ഹലോ ഗൈസ്, നമുക്കിന്ന് കൊച്ചിയിൽ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയാലോ? അപ്പോൾ എൻ്റെ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ കൊച്ചി ടു കൊടൈക്കനാൽ ട്രാവൽ ബ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നേരെ കോതമംഗലം വഴി രാജാക്കാട് കയറി അവിടെയുള്ള വ്യൂസൊക്കെ കണ്ടിട്ട് അവിടെ നേരെ പൂപ്പാറ വഴി നമ്മുടെ ഗ്യാപ്പ് റോഡ് ഇറങ്ങി കമ്പം തേനി റൂട്ട് വഴിയാണ് കൊടൈക്കനാലിൽ എത്തിയത്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ കണ്ട കിടിലൻ വ്യൂസൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡൊക്കെ കാണാൻ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ നല്ലൊരു ക്ലൗഡ് ബെഡ് കാണാൻ പറ്റി. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ആദ്യം നിർത്തിയത് കാഞ്ഞിരവേലി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ നല്ല മഴയായിരുന്നു. പിന്നെ കയ്യിൽ കുട ഉണ്ടായതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അതും പിടിച്ചോണ്ട് പോയി. എൻ്റെ കൂടെ വന്ന അണുവാണെങ്കിൽ ഫുള്ള് നനഞ്ഞു. ഇതിനറ്റ നല്ല രസമാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, വെള്ളം കുറവാണെങ്കിൽ നോക്കി. എൻ്റെ പേരെന്താ? കാഞ്ഞിരവേലി തൂക്കുവാലം, കാഞ്ഞിരവേലി ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പുറ സൈഡ് എറണാകുളം, ഇപ്പുറ സൈഡ് ഇടുക്കി. ചെറിയൊരു മഴയത്ത് കുടയും പിടിച്ച പാലത്ത് കൂടെ നടക്കാൻ പ്രത്യേകതര ഒരു വൈബ് തന്നെയായിരുന്നു. തലേ ദിവസമൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു, വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. കൺകൊണ്ട് കാണാത്ര ഭംഗി ഫോണിൽ കിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ട് എടാ നിന്റെ ഇവിടെ എന്തിനും ഒരാൾ കൂടെയുള്ള സ്ഥലം ഉണ്ടല്ലോ, നീ ബാഗിലേക്ക് ഇറങ്ങുക. കൊമ്പരങ്ങണക്കിന് ക്യാമറയിൽ ഈ വ്യൂ എത്ര ഉണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8-8:30 കാണും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ ഏതെങ്കിലും ഹോട്ടൽ കണ്ട് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ലോവർ പെരയിൽ എത്തിയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നിർത്തിയ ഹോട്ടലിൻ്റെ അടുത്തായിട്ടായിരുന്നു KCBൻ്റെ പവർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. പുറത്ത് നല്ല മഴ. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്തിരുന്ന് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഒരേ ഫണ്ണായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഒരു KSRTC പോകുന്നുണ്ടായിരുന്നു. അതേതൊരു കോളേജ് ടൂറിസ്റ്റ് പാക്കേജ് ആയിട്ട് എടുത്തതെന്ന് തോന്നുന്നു. അതിനകത്ത് കുറേ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ അതിനകത്ത് ഭയങ്കര ചില്ലിങ് ആയിരുന്നു. ഇതാണ് ഗൈസ് ലോവർ പെരിയാർ ഡാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കല്ലിമാലി വ്യൂ പോയിന്റ് ആണ്. ഗൈസ് അങ്ങനെ നമ്മൾ കല്ലിമാലി എത്തി. അവിടെ എത്തിയപ്പോഴേക്കും ഒരു രക്ഷയില്ല, ഫുൾ കോടയായിരുന്നു. സി ഗൈസ്, ഫോഗ് കാരണം നമുക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഇതിൻ്റെ താഴത്തെ ഒരു പുഴയുണ്ട്, നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. സി ഗൈസ്, ആ ഫോഗിനെ പതുക്കെ കയറി വരുമ്പോൾ നമുക്ക് ആ പുഴ വിസിബിളായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, പൊന്മുടി ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്, അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു അവിടെ. അങ്ങോട്ട് കയറിയടാ, കാറ്റ് ഇങ്ങോട്ടേക്കാ, ഇങ്ങോട്ട് കയറി, കാറ്റ് ഇങ്ങോട്ടേക്കാ.
ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിരുന്നു. ചിലർ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ താഴത്തേക്കുള്ള വഴിയൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മുകളിലത്തെ വ്യൂ മാത്രം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 1 hour അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് നല്ല മഴയും പെയ്യുണ്ടായിരുന്നു. ഇവിടെ നിർത്താൻ പറ്റുമോ രാജേഷ? നിർത്തലായി. നമ്മള് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുണ്ട്, റിപ്പിൾ വാട്ടർഫോൾസ്. കുഴപ്പമില്ല. കല്ലാർകുട്ടി ഡാം അത്. ആ വെള്ളം പോകുന്നണ്ട. മഴ മാറി തോന്നുന്നല്ലോ. കല്ലുമാലി നമ്മൾ നേരെ പോയത് റിപ്പിൾ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലേക്കുള്ള വഴി നല്ല രസമായിരുന്നു. ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ റിപ്പിൾ വാട്ടർഫാളിൻ്റെ വീഡിയോ നല്ല വൈറലായിരുന്നു. നമ്മളത് കണ്ടിട്ട് അങ്ങോട്ട് വന്നു. നമുക്ക് മഴയാണെങ്കിൽ അവിടെ പോകാം. ഇപ്പോൾ റിപ്പിൾ വാട്ടർഫാളിൻ്റെ വ്യൂസ് ഒക്കെ കണ്ട് നമ്മളൊരു 12 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കേരളം പച്ചപ്പ്, തമിഴ്നാട് ഡ്രൈ. ഇനി നമുക്ക് കൊടൈക്കനാൽ എത്താവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ നമ്മൾ പൂപ്പാറ വഴി ഗ്യാപ്പ് റോഡ് ഇറങ്ങി നേരെ ബോഡി നായ്ക്കനൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് താഴെ കാണുന്നതൊക്കെ തമിഴ്നാടാണ് കേട്ടോ. നമ്മുടെ കമ്പം തേനി ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കൊടൈക്കനാൽ എത്തിയപ്പോൾ രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് കിട്ടിയായിരുന്നു. ജസ്റ്റ് ഈ കൊടൈക്കനാൽ ടൗൺ കടക്കാൻ വേണ്ടി തന്നെ നമുക്ക് 2 മണിക്കൂർ ടൈം എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഡേ നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മന്നവന്നൂർ ലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ഫ്രണ്ട് അനൂപിൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് കേൾക്കാം. അതെ, നമ്മൾ മന്നവന്നൂർ എത്തിയപ്പോൾ നമ്മൾ രാവിലെ നല്ലൊരു ഭക്ഷണവും കഴിച്ച് പൂരി പിന്നെ പൊങ്കൽ, അങ്ങനെ നമ്മുടെ ഹോം സ്റ്റേയിലെ അങ്കിള് നമുക്ക് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഫുഡൊക്കെ ഒരുക്കി വെച്ചു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹം ഗ്രോ ചെയ്യുന്ന ഒറിജിനൽ നാച്ചുറൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ലൈക്ക് ഗാർലിക്, പിങ്ക് ഗാർലിക്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് ജോഗ്രഫിക് ഇൻഡെക്സ് ആണ് കൊടൈക്കനാലിലെ പിങ്ക് ഗാർലിക്. പിന്നെ അവക്കാഡോ. അപ്പം അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരാം എന്നൊക്കെ അങ്കിള് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു വാം ഫീലിംഗ് ആയിരുന്നു ഹോം സ്റ്റേയിലെ അറേഞ്ച്മെൻറ്റ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പണ്ടത്തെ ഒരു പഴയ ഒരു റോയൽ സ്റ്റേ എന്ന രീതിയിലായിരുന്നു സംഗതികൾ അറേഞ്ച് ചെയ്തിരുന്നത്. വളരെ ഒരു നമ്മൾ പഴയ കാലത്തേക്ക് പോകുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ഷീ ഫാം ഉണ്ട്. നമുക്ക് ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ ഈ ബ്ലോക്ക് കഴിഞ്ഞ് ഒരു 1:30 ആകുമ്പോൾ ലേക്കിലേക്ക് എത്തി. കാർ പാർക്കിന് പ്രത്യേക സ്പേസ് ഒന്നുമില്ല. നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി നിർത്തണം. അപ്പോൾ പോകുന്നൊരു വണ്ടി സേഫായിട്ട് നിർത്തുക. പിന്നെ ഒരു കാര്യം, നിങ്ങളിവിടെ എന്ത് ടിക്കറ്റ് എടുക്കണമെങ്കിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യലോ, ഗൂഗിൾ പേ ഒന്നും അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കയ്യിൽ ക്യാഷ് എടുത്തുകൊണ്ട് പോവുക. മന്നവന്നൂർ ലേക്ക്, ആ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ, പക്ഷെ ചെന്നെത്താനും കുറച്ച് ബുദ്ധിമുട്ടാണേലും ആ ഭംഗി, ഈ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചെന്നെത്താൻ. അതിലേക്കുള്ള വഴി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ ആ ഭംഗി ഭയങ്കരമായിരുന്നു. ആ നോട്ടം, ആ ഒരു വ്യൂ, ആ സീനിക് വ്യൂ, ആ ലേക്കിൻ്റെത് നമ്മൾ ഈ സിനിമയിലും ഈ യൂറോപ്പിലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുന്ന രീതിയായിരുന്നു അത്. അപ്പം അങ്ങനെ ഒരു വ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സിനിമയിലും ബോളിവുഡിലും സ്വിറ്റ്സർലൻഡിലും ഒക്കെ കാണുന്ന വ്യൂ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. വളരെ ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ കയാക്കിംഗ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഹോർസ് റൈഡിങ്, അങ്ങനെ പല പല ഗെയിംസും കാര്യങ്ങളും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസും ബോട്ടിങ്ങും. പിന്നെ പണ്ട് തൊട്ടേ ഇന്ത്യയിലുള്ള ഒരു ഇതാണ് ലേക്കിലൂടെ ഒരു
കൊട്ട പോലത്തെ ഒരു സാധനം, കൊട്ട വഞ്ചി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ബട്ട് അത് നമ്മളിങ്ങനെ മീനൊക്കെ പിടിക്കാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഹിസ്റ്റോറിക്കലി. നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? നമ്മള് ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ, ലാസ് വേഗാസ് ഓഫ് the last village of Kodaikanal, average. After that there's Kerala, Vattavada. മലയാളം മതി. ഗൈസ്, നമ്മള് കൊടൈക്കനാൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ വളരെ ഒരു എക്സൈറ്റിംഗ് പ്ലേസ് ആണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര മിസ്റ്റിയാണ്. ജസ്റ്റ് ഒന്ന് വെളിയിൽ നടന്നാൽ മതി, അപ്പം തന്നെ നമ്മുടെ മുടിയിലും ഒക്കെ ഇങ്ങനെ മഞ്ഞിങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. വളരെ ഒരു ചില്ലിങ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ നേച്ചർ ബ്യൂട്ടി. മാത്രമല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. കുറച്ച് ഹോട്ട് ബിവറേജസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, അല്ല ഭയങ്കര ഇതായിരിക്കും. ഹോട്ട് ബിവറേജ് എന്ന് വെച്ചാൽ ചൂടുവെള്ളം, ചായ, അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. അപ്പോൾ എന്നാലേ ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഭക്ഷണമാണെങ്കിൽ നല്ല ടേസ്റ്റി ഭക്ഷണമൊക്കെയാണ്. ബട്ട് തിരക്കിൻ്റെതായ ഒരു ഇതുണ്ട്. നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ സ്കൂള് ബെല്ലടിക്കുമ്പം ഓടിപ്പോയി ചെന്നു ഇരുന്നു കഴിച്ചു വന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പെട്ടെന്ന് കഴിക്കേണ്ട വന്നു. ബട്ട് നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ലേക്കൊക്കെ മാനേജ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒഫീഷ്യൽസ് ആണ്. അപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല, ബട്ട് എല്ലാ കാര്യങ്ങളും, ഈവൻ ക്യാൻറ്റീനിലെ കാര്യങ്ങൾ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഇവിടെ സിപ്പ് ലൈനിങ് ഉണ്ടായിരുന്നു, വളരെ രസകരമായിരുന്നു. കൊടൈക്കനാൽ ഗ്രാമങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും കൃഷിയും അവരുടെ ഒരു ചിന്താഗതിയും നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വളരെ നാരോ റോഡിലേക്കാണ്. നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പേ അല്ലെ എതിരെ വേറൊരു വണ്ടി വന്നാൽ നമ്മളവിടെ കംപ്ലീറ്റ് സ്റ്റക്കാണ്. അമ്മാതിരി വഴിയായിരുന്നു. പിന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെയാണ്, കാരണം അവിടെ താമസിക്കുന്ന വളരെ ചുരുക്കം പേർക്ക് വണ്ടിയുള്ളൂ. ആ വണ്ടി ഉണ്ടെങ്കിലും അത് ബൈക്കൊക്കെയാണ്. പിന്നെ ആകെപ്പാടെ ആ വഴിയെ വരുന്ന വണ്ടി എന്ന് പറയുന്നത് ബസ്സും പിന്നെ ഇവരുടെ കൃഷി സാധനങ്ങൾ കൊണ്ടുപോകുന്ന പിക്കപ്പ് ട്രക്കും ഇതൊക്കെയാണ് അതിലെ വരുന്നത്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ എത്തി പോലൂർ, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗാർലിക് പ്ലാന്റേഷനും പിന്നെ മറ്റുള്ള കൃഷി സാധനങ്ങളൊക്കെയാണ്. ആക്ച്വലി ഇവിടുത്തെ കാട്ടിലെ വഴികളിലൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിലകം തന്നെ നമുക്ക് വട്ടവടയിൽ എത്താൻ കഴിയും. പക്ഷേ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിന് മാത്രമേ വഴിയൊക്കെ അറിയുള്ളൂ. ഈ കാണുന്ന കൃഷി സ്ഥലങ്ങളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി പബ്ലിക്കിന് ഇത് ആക്സസിബിൾ അല്ല. സോ ഇങ്ങോട്ട് കാണാൻ വരുന്നവരെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കയറി പോവുക. നമ്മളൊരു ചെറിയ ട്രക്കൊക്കെ ചെയ്ത് അവസാനം ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് എത്തി. സോ ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വാട്ടർഫാൾ കാണാൻ പറ്റും. സോ ഇതാണ് പോലൂർ വാട്ടർഫാൾ. അങ്ങനെ നമ്മൾ പോലൂരൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും ഇരുട്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു കാഴ്ച കാണാൻ കിട്ടി. ഒരു KSRTC തമിഴ്നാട് ഗവൺമെന്റ് ബസ് സ്റ്റക്കായി കിടക്കുന്നു. ഒരുപാട് പേര് ഉന്തിത്തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. ഗ്രാമങ്ങളിൽ സ്ഥിരമായി നമുക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാണ് ഇതൊക്കെ. കാരണം നമ്മൾ സഹായിക്കുകയും ചെയ്തു കേട്ടോ, നമ്മൾ കുറച്ചൊക്കെ സഹായിച്ചു. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഗ്രാമങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ റൂം എത്തിയപ്പോഴേക്കും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവിടുത്തെ ക്യാമ്പ് ഫയറും ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ ലേശം കാണലുണ്ടായിരുന്നു. ഞങ്ങൾ അത് ഇളക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ആ തണുപ്പത്ത് ഒരു ചെറിയ ചൂട് കിട്ടുമ്പോൾ നല്ല സുഖമായിരുന്നു. രാത്രി കുറേ നേരം ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ആയിരുന്നു. പിന്നെ രാത്രി 3 മണിക്കാണ് കടന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും ചായ എത്തി. അപ്പോഴാണ് ഞാൻ എണീറ്റത്. പിന്നെ ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ റൂമിൻ്റെ ബാഗത്തെ വ്യൂ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ കത്തിച്ചത്. ഇവിടെ കുറേ ചെടികളും പഴങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാം.
ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് ഫിഷസ് ഒക്കെ ഉണ്ട്. 2 നൈറ്റാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. നല്ല സ്റ്റേ ആയിരുന്നു. RRV റൂം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലടിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു ടോൾ ഉണ്ട്. എനിക്ക് വൺ സൈഡ് മാത്രമേ കട്ടായുള്ളൂ. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ഹിൽസ് ഇറങ്ങി അവസാനം കമ്പന്തേനി റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോവാം. പിന്നെ ഇവിടുന്ന് പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. നമ്മൾ കേരളത്തിലെ മൂന്നാർ എന്ന ഗ്രാമത്തിലൂടെ കോടമഞ്ഞുകൾ കണ്ടുകൊണ്ട് യാത്രയാകുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. പോലൂർ വാട്ടർഫാൾസിൻ്റെ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തി അവിടുന്ന് നമ്മൾ നോക്കിയപ്പോൾ നല്ല ഈ കറുത്ത പാറയുടെ മുകളിൽ നിന്ന് പാലൊഴിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ ഉറവ ചാടി വരികയാണ്. അപ്പം പല സ്ഥലത്തും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉറവകളും ഉണ്ട്. അതായത് പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഒരു മുടി പോലെ ഇങ്ങനെ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. അതൊക്കെ ഒന്ന് കാണുക. പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നമുക്കവിടെ കാണാൻ സാധിച്ചു. പിന്നെ അവിടെ വേറെ ചില മലയാളികൾ ഇതേ കാഴ്ചകൾ കാണാൻ വന്നായിരുന്നു. അപ്പം അവരെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം നമുക്ക് അറിയാൻ സാധിച്ചു അവർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. ഒരു 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതായിരുന്നു. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്താറായി. പൂപ്പാറ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. ഇപ്പോൾ കണ്ട കാഴ്ചകളാണിത്. പിന്നെ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മുന്നോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും സീനിക് കാഴ്ചകളായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു മനോഹരമായ ഒരു യാത്രയും ഒരു കാഴ്ചകളുമായിരുന്നു. അപ്പോൾ ഈ മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് കൂടെ വണ്ടി ഓടിക്കാൻ തന്നെ പ്രത്യേക സുഖമാണ്. അപ്പോൾ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ്സിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. Come on boys, everybody. Ta-da! പത്ത് വീഡിയോ. ബാറ്റ് അടിക്കുന്നു. സുന്ദരിയേ വാ, പെണ്ണിലവേ വാ, പ്രണയിനി